ഗ്രീനിഫൈ ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പലരിലും ഒരു സംശയാസ്പദമായ കാര്യമാണ് ഈ നാടൻ വയലറ്റിൻ്റെ ഡബിൾ പെറ്റൽസ് പ്ലാന്റുകൾ കൂടുതലായിട്ട് നശിച്ചു പോകുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാടൻ വയലറ്റ് പ്ലാന്റിനെ നമ്മൾ കൂടുതലും വേരുതട്ട് കിളിപ്പിക്കാൻ നോക്കുക. വേരുതട്ട് പടത്താമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവത്തില്ല. പെട്ടെന്ന് ഈ പ്ലാന്റുകൾ നശിച്ചു പോകത്തില്ല. കൂടുതലായിട്ട് ഈ പ്ലാന്റ് പോകുന്നത് ഈ വേരുകൾ ചീഞ്ഞാണ് ഈ കൂടുതൽ ഈ പ്ലാന്റ് പോകുന്നത്. വെള്ളം കൂടുതലായ ഈ പ്ലാന്റുകൾ നശിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളത്തിന് എങ്ങനെ കൊടുക്കേണ്ടിയെന്നും ഇതിൻ്റെ പ്ലാന്റുകളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്ലാന്റ് കേടാകുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ പുറത്തേ ഞാൻ കാണിക്കാം. ഇതെന്താ കാരണം? പ്ലാന്റുകൾ നിലനിൽക്കുന്ന പ്ലാന്റാണ്, ഒത്തിരി നാൾ നിൽക്കുന്ന പ്ലാന്റുമാണിത്. അപ്പോൾ ആ വീഡിയോയിൽ കിടക്കാം. നല്ല വെയിലത്ത് തന്നെ കിളിച്ച പ്ലാന്റുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ പ്ലാന്റുകൾ കാണുമ്പോൾ നമുക്കറിയാം വെയിലത്ത് നിന്ന് കിളിക്കുന്ന പ്ലാന്റും അല്ലാതെ തണലത്ത് നിന്ന് കിളിക്കുന്ന പ്ലാന്റും കണ്ടാൽ നമുക്കറിയാം. കാരണം തണ്ടുകളുടെ ഈ പുതിയ ബ്രാഞ്ചസ് വരുമ്പോൾ ചെറിയ ബ്രാഞ്ചസ് ആയിരിക്കും വരുന്നത്. ഇലകളുടെ അടുപ്പം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഇലകളുടെ അടുപ്പം കുറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ എത്രയും കളർത്ത് എഴുന്നഴിഞ്ഞ് മേപ്പോട്ട് കളന്ന് പോകും വെയിലത്തല്ലെങ്കിൽ ഈ പ്ലാന്റുകൾ. അപ്പം ആ തണ്ടുകൾ പെട്ടെന്ന് കിളിക്കത്തുമില്ല. അപ്പോൾ ഈ വക തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് കിളിപ്പിക്കുമ്പോൾ അർത്ഥം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്രികകൾ കട്ട് ചെയ്യുമ്പോൾ ആ കത്രിക ആണെങ്കിൽ സാപ്പൊടിക്കകത്തൊന്ന് മുക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യാമെങ്കിൽ അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് സാപ്പൊടി പറ്റുകയും ചെയ്യും. അപ്പോൾ പ്ലാന്റ് കേടായി പോകത്തുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അങ്ങനെയുള്ള കത്രികളെ ഉപയോഗിക്കാവൂ, അല്ലാതെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ഇത് വെള്ളം ഒഴിക്കുന്ന കാര്യമാണ്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പോട്ടിനകം കണ്ടിട്ട് മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാവൂ. പോട്ടിനകം കണ്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് അഴുക്കായി പോകും. നല്ല നനവുണ്ടെങ്കിൽ വെള്ളം കുറച്ചൊഴിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാവിലെ സമയങ്ങളിൽ വെള്ളം കൂടിയാലും കുഴപ്പമില്ല. രാത്രി സമയങ്ങളിൽ വെള്ളം കോരുമ്പം വെള്ളം കുറവായിരിക്കും ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ ഈ പ്ലാന്റുകൾ ചീഞ്ഞു പോകുന്നതിന് മുമ്പേ നമുക്ക് പുതിയ ലക്ഷണങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ഇടയ്ക്കാണ് ഇതുപോലെയൊക്കെ ഇലകളൊക്കെ ഇങ്ങനെ പഴുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ പ്ലാന്റിന് വെള്ളത്തിൻ്റെ അംശം കൂടുതലുകൊണ്ടാണ് ഈ ഇലകൾ പഴുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റിൽ ഇടുമ്പം അടുപ്പിച്ച് 3-4 പ്ലാന്റ് ഒന്നിച്ചിടുമ്പോഴാണ് ഈ പ്ലാന്റ് കാണാൻ നല്ല ലുക്കായിട്ട് കിടക്കുന്നത്. കണ്ടില്ല, നല്ല രസമായിട്ടുണ്ട്. ഇങ്ങനെ പൂക്കൾ കിടക്കുന്നതാണ് കാണാൻ രസം. അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ എടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു, നടുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ പ്ലാന്റുകൾ നമുക്ക് സെയിലിനുണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള ബ്രാഞ്ചസ് കട്ട് ചെയ്ത് വെച്ചാൽ പ്ലാന്റുകൾ സെയിലിനുണ്ട്. വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ നമ്മൾ വീഡിയോ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രമേ ഇത് പ്ലാന്റുകൾ നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഈ പ്ലാന്റുകളും ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്.